ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ 7ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ലാബ്, എക്സ്റേ, അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട്. അത്യാധുനിക അൾട്രാസൗണ്ട്, 2D എക്കോ, ഓഡിയോമെട്രി, ECG, EMG, സ്ലിപ്പ് ലാബ്, സ്പൈറോമെട്രി, PFT, TMT തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക ആംബുലൻസ്, ICU ആംബുലൻസ് സേവനവും ലഭ്യമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ചേലക്കര കോൺഗ്രസിൽ വിഭാഗീയത രൂക്ഷമാകുന്നു. 2 മെമ്പർമാരെ പുറത്താക്കിയെന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റർ പ്രചരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടേറിയ പശ്ചാത്തലത്തിൽ ചേലക്കരയിലെ കോൺഗ്രസിനുള്ളിൽ വിഭാഗീയത മറനീക്കി പുറത്തുവരുന്നു. വെങ്ങാനല്ലൂർ മേഖല എക്സിക്യൂട്ടീവ് അംഗത്വത്തിൽ നിന്നും 2 വാർഡ് മെമ്പർമാരെ പുറത്താക്കിയെന്ന രീതിയിലുള്ള പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. വെങ്ങാനല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ പേരിൽ പുറത്തിറങ്ങിയ കുറിപ്പിൽ 2ാം വാർഡ് മെമ്പർ വിനോദ് പന്തലാടി, 4ാം വാർഡ് മെമ്പർ ഗീത ഉണ്ണികൃഷ്ണൻ എന്നിവർക്കെതിരെയാണ് നടപടിയെടുത്തതായി പറയുന്നത്. മേഖലാ കമ്മിറ്റി നടത്തിയ ശക്തമായ സമരങ്ങളിലൂടെ റോഡ് പണി പൂർത്തിയാക്കാതെ വാഹനങ്ങൾ കടത്തിവിടില്ലെന്നതടക്കമുള്ള വിജയങ്ങൾ സ്വന്തമാക്കിയിരുന്നു. എന്നാൽ ഈ വിജയങ്ങൾ മറ്റൊരു രാഷ്ട്രീയ കക്ഷിയുടെ, പ്രത്യേകിച്ച് BJPയുടെ പാളയത്തിലെത്തിക്കാൻ ഇവർ ശ്രമിച്ചുവെന്നാണ് പ്രധാന ആരോപണം. പ്രകൃതി സംരക്ഷണ സമിതി എന്ന പേരിൽ സംഘടനയുണ്ടാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും പോസ്റ്ററിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഈ പരിസ്ഥിതി സംരക്ഷണ സമിതിയുമായി കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും പ്രവർത്തകർ ഈ സംഘടനയുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവും പുലർത്തരുതെന്നും പോസ്റ്ററിൽ വ്യക്തമാക്കുന്നു. ഇത്തരം പ്രവൃത്തികൾ കണ്ടില്ലെന്ന് നടിച്ചാൽ പ്രവർത്തകർ മറുപാളയത്തിലെത്തുമെന്നും പാർട്ടി തകരുമെന്നതിനാലാണ് നടപടിയെന്നും മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് P. കുട്ടിനാരായണന്റെ പേരിൽ പ്രചരിക്കുന്ന കുറിപ്പിൽ പറയുന്നു. അതേസമയം കോൺഗ്രസിന് ഇത്തരമൊരു സംഘടനാ സംവിധാനം നിലവിലില്ലെന്ന വിവരങ്ങളും ഇതിനോടൊപ്പം ഉയരുന്നുണ്ട്. CCV ന്യൂസ്, ചേലക്കര.